ഞാനൊരു കാര്യം പറഞ്ഞു, പകുതി പേരെ ഈ വീഡിയോ കാണുന്നുള്ളൂ, പക്ഷെ ആരും കമൻറ്റ് തന്നില്ല. എനിക്കറിയാം, നല്ലതായിട്ട് അറിയാം നിങ്ങൾ ആരും കാണുന്നില്ല ഈ വീഡിയോ. ദൂരെ സ്ഥലത്തൊക്കെ പോയാൽ കാണുന്നത് എനിക്കറിയ പോലും അറിയില്ല. നിങ്ങൾ കമൻറ്റ് ഇട്ടോണ്ടിരിക്കും, ഞാൻ ലൈക്ക് തരാം, കമൻറ്റ് തരാം. പിന്നെ കൊച്ചു കുട്ടിയാണെന്ന് പറഞ്ഞ് എന്നെ കളിയാക്കരുത് നിൽക്കരുത് കുട്ടികളെ. പിന്നെ എല്ലാവർക്കും നല്ലൊരു എല്ലാവരും പെസഹാപ്പം തിന്നുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. ചിലവർ പെസഹാപ്പം തിന്നാത്തവരുണ്ട്. നാളെ ദുഃഖ വെള്ളിയാഴ്ചയാണ്. അത് കാരണം നമ്മൾ നാളെ കുറച്ച് വീഡിയോസ് ഇടും, നല്ലൊരു വീഡിയോസ്. അറിയണ്ട എന്നുവെച്ചാൽ വീഡിയോസ് അല്ല, ഷോർട്സ് അടിക്കണം. അതാ വീഡിയോ എനിക്ക് ഇടാൻ കഴിയാത്തത് കൊണ്ടാണ്. പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാൻ ഇപ്പം എല്ലാവരും അങ്ങനെ വീഡിയോയിലോട്ട് എനിക്ക് ഞാൻ ലൈവ് എടുക്കണമെന്നുണ്ട്. ലൈവ് എടുക്കാൻ ചില സമയത്ത് മടിയാവും. അതാണ്. ഇതെല്ലാവരും കമൻറ്റ് ഇട്ടോണ്ടിരിക്കും, ലൈക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവരും ഇപ്പോൾ പറഞ്ഞു നടക്കണതാണ് എന്താണ്, സബ്സ്ക്രൈബ് ചെയ്താൽ പൈസ പോകും, ലൈക്ക് ചെയ്താൽ പൈസ പോകും. അത് കാരണം അത് പോകും. നിങ്ങൾ പോയാൽ എല്ലാവരും നല്ലൊരു ദുഃഖ വെള്ളിയാഴ്ചയായിട്ട് ഞാൻ നാളെയാണ് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കമൻറ്റ് ഇട്ടുകൊണ്ടിരിക്കണം. എല്ലാവരും എൻ്റെ പേര് ഞാനിവിടെ ആഡ് ചെയ്യാം. എൻ്റെ പേരിട്ട് ആരൊക്കെയാണ് കമൻറ്റ് ചെയ്യണം അവർക്ക് എല്ലാവർക്കും ഞാനൊരു സർപ്രൈസ് ഗിഫ്റ്റ് തരും. അത് ഈ വീഡിയോ ഞാൻ ഇവിടുന്ന് പോകും, എൻ്റെ അമ്മ വീടാണ്. ഇവിടുന്ന് പോകുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഗിഫ്റ്റ് തരും. വെച്ചാൽ നിങ്ങൾക്ക് അത് ഞാനിപ്പോൾ സർപ്രൈസ് ആയിട്ട് തന്നെയാണ് ഇപ്പം ഞാൻ തരുന്നല്ലോ. അതാണ് പ്രശ്നം. ഇപ്പം ഇടക്കൊച്ചിയിലുള്ള ആൾക്കാരാണെങ്കിൽ എല്ലാവർക്കും ഞാനൊരു സാധനം തരും. എന്താണെന്ന് വെച്ചാൽ ഇത് കുഞ്ഞു പെണ്ണാണ്. ഈ പെണ്ണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാന്ന് എൻ്റെ നിങ്ങൾക്ക് തരമൊന്നുമില്ല. സത്യം പറയില്ല, എനിക്ക് പൈസ മുടക്കാൻ പറ്റത്തില്ല. അപ്പം ഗിഫ്റ്റ് തരാമെന്ന് പറഞ്ഞാൽ എനിക്ക് തെറ്റായിപ്പോയെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാവർക്കും നല്ലൊരു കമൻറ്റ് തന്നാൽ ആ കമൻറ്റ് കണ്ട് ചിലപ്പോൾ ചിരിച്ച് ചാകും, അല്ലെങ്കിൽ എന്നോട് ഒന്നും തോന്നും, വല്ല ദേഷ്യമെല്ലാം തോന്നും. നിങ്ങളുടെ റിയാക്ഷൻ എനിക്ക് ഇട്ട് തന്നെ.